പാലക്കാട് NMR റസാക്കിനെ CPIM സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചെന്നുള്ളതാണ്. നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ പേര് പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുന്നു. പാലക്കാട് NMR റസാക്ക് അദ്ദേഹം CPIMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ CPIMന്റെ പട്ടിക പ്രഖ്യാപിച്ച സമയത്ത് പാലക്കാട് ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, പ്രതീക്ഷിച്ച പേര് തന്നെ, എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജിത്ത്? ഉന്മേഷ്, CPIM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ശുപാർശ പരിഗണിച്ചുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ CPIMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വ്യവസായിയായ NMR റസാക്കിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താക്കുറിപ്പിലൂടെ നിർവഹിച്ചിരിക്കുകയാണ്. പാലക്കാട് നിയോജകമണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി NMR റസാക്കും ഒപ്പം തന്നെ കൊടുവള്ളി നിയോജകമണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സലീം മടവൂരിനെയും തീരുമാനിച്ചു എന്നാണ് AKG സെന്ററിൽ നിന്നുള്ള അറിയിപ്പ് വന്നിരിക്കുന്നത്. NMR റസാക്കിനെ 2 ദിവസം മുമ്പ് തന്നെ CPIM പാലക്കാട് ജില്ലാ നേതൃത്വം സമീപിച്ച് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിലെത്തിയിരുന്നു. എന്നാൽ സംസ്ഥാന നേതൃത്വത്തിന്റെ അംഗീകാരത്തോടു കൂടി മാത്രമേ ഔദ്യോഗിക പ്രഖ്യാപനം സാധ്യമാകുമായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാലക്കാട് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. അവിടെ UDFന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിഞ്ഞ ശേഷം പാർട്ടി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാമെന്ന ധാരണയാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും മറ്റും ഉണ്ടായത്. UDFന്റെ സ്ഥാനാർത്ഥിയായി രമേശ് പിഷാരടിയെ തീരുമാനിച്ചിരിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ CPIMന്റെ സ്ഥാനാർത്ഥിയെയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ ഈ ബാക്കി സീറ്റുകളുടെ കൂടി കാര്യത്തിൽ പ്രഖ്യാപനം വരേണ്ടതുണ്ടല്ലോ. അപ്പോൾ ഈ അബ്ദുറഹിമാനിനെ അദ്ദേഹം പ്രചാരണത്തിനിറങ്ങാതെ മാറി നിൽക്കുകയാണല്ലോ. അപ്പോൾ അക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനം എപ്പോൾ വരും ശ്രീജിത്ത്? ഉന്മേഷ്, താനൂർ കൂടാതെ 5 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ആയിരുന്നു പ്രഖ്യാപിക്കാതെ മാറ്റിവെച്ചത്. താനൂർ കൂടാതെ കോട്ടക്കൽ, കൊണ്ടോട്ടി, കൊടുവള്ളി, പാലക്കാട്, തിരൂർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ആയിരുന്നു പ്രഖ്യാപിക്കാനുള്ളത്. അതിൽ തന്നെ ഇപ്പോൾ കൊടുവള്ളിയിലെയും പാലക്കാട്ടെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. താനൂരിൽ മത്സരിക്കാൻ വൈമുഖ്യം പ്രകടിപ്പിച്ച് മാറി നിൽക്കുകയാണ് മന്ത്രി V അബ്ദുറഹ്മാൻ. അവിടേക്കാണ് മുസ്ലിം ലീഗ് നേതാവായ അബ്ദുറഹ്മാൻ രണ്ടത്താണി അടക്കമുള്ളവരെ പരിഗണിക്കുന്നത്. അബ്ദുറഹ്മാൻ രണ്ടത്താണി സമ്മതം മൂടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെയും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. ഇനി മലപ്പുറം ജില്ലയിൽ നിന്ന് തിരൂർ, കൊടുവള്ളി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി ഈ താനൂരിനൊപ്പം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ മങ്കടയിലെ സ്ഥാനാർത്ഥിയെ മാറ്റും എന്നുള്ള ധാരണയുണ്ട്. മങ്കടയിൽ ലീഗ് വിമതനായ കുന്നത്ത് മുഹമ്മദിനെ മത്സരിപ്പിക്കാനാണ് തീരുമാനം. അവിടെ നേരത്തെ സ്ഥാനാർത്ഥിയായി MP അലവിയെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അദ്ദേഹം പ്രചരണത്തിൽ ഇറങ്ങിയിരുന്നില്ല. ലീഗിൽ നിന്നൊരാളെ കിട്ടാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് പ്രചരണം ആരംഭിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അവിടേക്ക് ഈ കുന്നത്ത് മുഹമ്മദിനെ സ്ഥാനാർത്ഥിയായി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് CPIM നേതൃത്വം മുന്നോട്ട് പോകുന്നത്. ഇന്ന് CPIMന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവന്റെ സാന്നിധ്യത്തിൽ മലപ്പുറം ജില്ലാ സെക്രട്ടറി ചേർന്ന് സാഹചര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. എന്തായാലും ആവശ്യത്തിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.